ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇന്ത്യ ബേസിക് ഫാക്ട്സ് ആണ്. കേരള ബേസിക് ഫാക്ട്സിനെ കുറിച്ചുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ആ വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. CSEB നടത്തുന്ന ജൂനിയർ ക്ലർക്ക് എക്സാമിന് GK പാർട്ടിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുന്നതാണ്. സെപ്റ്റംബർ 16 നടക്കുന്ന CSEB എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജൂലൈ 25 ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. CSEBയുടെ പുതിയ ക്വസ്റ്റ്യൻ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ മോക്ക് ടെസ്റ്റുകളും ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകളും ഉണ്ടായിരിക്കുന്നതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും ഡിസ്കസ് ചെയ്യുന്നതാണ്. കോഴ്സ് ഡ്യൂറേഷന് 50 days ആണ്. ഫീസ് 1000 rupees ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പേര്, ഇമെയിൽ ID മെസ്സേജ് ചെയ്യുക. ഇമെയിൽ ID വെച്ചിട്ടാണ് ആപ്പിലേക്കുള്ള യൂസർ ഐഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്രാഷ് കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സാമിന് മുൻപുള്ള ഒരു 50 ദിവസത്തെ കോഴ്സാണിത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ത്യയുടെ ദേശീയ മുദ്രയായ സിംഹമുദ്ര അംഗീകരിച്ചത് എന്ന്? 1950 ജനുവരി 26. ദേശീയ കലണ്ടറായി ശകവർഷത്തെ അംഗീകരിച്ചത്? 1957 മാർച്ച് 22. ദേശീയ പക്ഷിയായ മയിലിനെ അംഗീകരിച്ച വർഷം? 1963. ദേശീയ മൃഗമായി കടുവയെ അംഗീകരിച്ച വർഷം? 1972. ദേശീയ നദിയായി ഗംഗയെ അംഗീകരിച്ച വർഷം? 2008. ദേശീയ ജലജീവിയായി ഗംഗ ഡോൾഫിനെ അംഗീകരിച്ചതെന്ന്? 2009. ദേശീയ പൈതൃക ജീവിയായി ആനയെ അംഗീകരിച്ചത്? 2010. രൂപയുടെ ചിഹ്നം അംഗീകരിച്ചത് എന്ന്? 2010 ജൂലൈ 15. ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇന്ത്യയുടെ ഭൂവിസ്തൃതി? 2.42%. ലോകരാജ്യങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 7ാം സ്ഥാനം. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തെ സംസ്ഥാനം? ഹിമാചൽ പ്രദേശ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തെ സംസ്ഥാനം തമിഴ്നാട്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാനം ഗുജറാത്ത്. ജനസംഖ്യ കൂടിയ ഇന്ത്യൻ സംസ്ഥാനം? ഉത്തർപ്രദേശ്. ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം സിക്കിം. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഇന്ത്യയുടെ സ്ഥാനം? 2. 1ാം സ്ഥാനത്ത് ചൈന. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോകസഭാ മണ്ഡലം? ലഡാക്ക്.
ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോകസഭാ മണ്ഡലം ഡൽഹിയിലെ ചാന്ദിനി ചൗക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ഗുജറാത്തിലെ കച്ച്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല മാഹി. ഇന്ത്യയിൽ ഏറ്റവും കുറവ് സാക്ഷരതയുള്ള സംസ്ഥാനം ബീഹാർ. ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരത കൂടിയ സംസ്ഥാനം കേരളം. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ബംഗ്ലാദേശ്. ഇന്ത്യയുമായി ഏറ്റവും കുറവ് കര അതിർത്തിയുള്ള രാജ്യം അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചൈന. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാൻ. കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. 9 സംസ്ഥാനങ്ങളുമായി. ഇന്ത്യയിലെ ഏറ്റവും പഴയ പർവ്വതനിര രാജസ്ഥാനിലെ ആരവല്ലി പർവ്വതനിര. സമുദ്രതീരമുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം 9. സമുദ്രതീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണവും 9 തന്നെയാണ്. നിലവിൽ ഇന്ത്യയുടെ ഭൂവിസ്തൃതിയിൽ എത്ര ശതമാനമാണ് വനം? 24.39%. ലോകരാജ്യങ്ങൾക്കിടയിൽ വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം 10ാം സ്ഥാനം. ഇന്ത്യയുടെ ആകെ ജനസംഖ്യയിൽ പട്ടികജാതിക്കാർ എത്രയാണ്? 16.6%. ഇന്ത്യയിലെ പട്ടികവർഗ ശതമാനം 8.6%. ലോകത്ത് ഏറ്റവും അധികം ആയുധം ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യ.